ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്ത് ജുവൽ. ഞാൻ ജുവലാണ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് പാൽക്കപ്പയും ബീഫ് കറിയാണ്. ഒരു സമയം നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന പാൽക്കപ്പയും ബീഫ് കറിയാണ്. അന്നൊന്നും അത് ഉണ്ടാക്കി നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി നോക്കാം, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യാം എന്ന് കരുതി. അപ്പം നിങ്ങളിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരായിരിക്കും. ഉണ്ടാക്കി നോക്കാത്തവർക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഈ ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നിങ്ങളിലേക്ക് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുകയാണ്. അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി, ഉപ്പും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടി ഇട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. ഇനി വേണ്ടത് നമുക്കൊരു സവാളയും കുറച്ച് കൊച്ചുള്ളിയാണ്. അപ്പോൾ കൊച്ചുള്ളിയാണ് കൂടുതൽ എടുക്കേണ്ടത്, അതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു സവാളയും ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി കൊച്ചുള്ളിയാണ്. ഇനി അത് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ച് കടുക്, നമുക്ക് ഈ ഉള്ളി എല്ലാം കൂടി ഇട്ട് ഇച്ചിരി ഉപ്പുകൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴണ്ട് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇത് വഴണ്ട് വരുന്നുണ്ട്. ആ സമയം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പൊടികൾ എന്ന് പറയുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഒന്നുകിൽ നിങ്ങൾക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അല്പം ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ബീഫിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ സമയം നമുക്ക് തക്കാളിയും കൂടി വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റുന്ന സമയത്ത് ഒരു അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അത് നമുക്ക് ബീഫിലേക്ക് ചേർത്ത് ഒന്നുകൂടെ വേവിച്ചെടുക്കാമെങ്കിൽ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ചിലർ കടു വറുത്ത് വീണ്ടും ചേർക്കും, ഞാൻ ചേർക്കാത്തില്ല. നിങ്ങൾക്ക് ചേർക്കാമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാൽക്കപ്പ എടുക്കാം. സ്ക്വയർ ടൈപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്യാൻ വെക്കുക. ക്രഷ് ചെയ്യേണ്ടത് കൊച്ചുള്ളിയും അതുപോലെ മുളക് കൂടെ ഞാൻ ഇച്ചിരി അരഞ്ഞു പോയി, നിങ്ങൾ ക്രഷ് ചെയ്ത് മാത്രമേ എടുക്കാവൂ. എന്നിട്ട് നമുക്ക് കപ്പ വേവിച്ചെടുക്കുക. ഇച്ചിരി ഉപ്പിട്ട് കപ്പ വേവിച്ചെടുത്താണ്. വെന്ത കപ്പയിലേക്ക് നമ്മൾ കോക്കനട്ട് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കുക. രണ്ടാം പാലാണ്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത മുളകും കൊച്ചുള്ളിയും കൂടെ ചതച്ചില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കുക. അതിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കട്ടിപ്പാൽ, കോക്കനട്ട് മിൽക്ക് തന്നെ ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ഇനി കടുക് വറുത്ത് ചേർക്കുകയാണ്. അല്പം പാൻ വെച്ച് അല്പം എണ്ണ, കടുക്, കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പിലയും കൂടി ഇട്ട് അതുകൂടെ നമ്മൾ ആ പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പാൽക്കപ്പ നിങ്ങൾക്ക് ബീഫിൻ്റെ കൂടെയോ അതല്ല ഫിഷ് കറിയുടെ കൂടെയോ അതല്ല നിങ്ങൾക്ക് ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയവരും എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നിടം വരെ ബൈ.